ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മല്ലൂസ് കുക്കിംഗ് ഹട്ടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് അരിപ്പൊടി വെച്ചിട്ട് ആവിയിൽ വേവിച്ചെടുക്കാൻ പറ്റുന്ന നല്ല അടിപൊളിയായിട്ടുള്ളൊരു പലഹാരമാണ്. നമുക്ക് ചായയുടെ കൂടെയൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു പലഹാരം. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്നൊന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമ്മുടെ ഈ ഒരു പലഹാരം തയ്യാറാക്കാനായിട്ട് ആദ്യം നമുക്കൊരു പാനിലേക്ക് 1 സ്പൂൺ അളവിൽ നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യൊന്ന് ഉരുകി കഴിഞ്ഞതിന് ശേഷം ഇതിലേക്ക് 1/2 കപ്പ് അളവിൽ ചിരകിയ തേങ്ങ കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഒരു 5 മിനിറ്റോളം ഈ നെയ്യിൽ തേങ്ങയൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷം പിന്നെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് പഴമാണ്. ഞാൻ ഒരു റോബസ്റ്റ പഴം ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അത് നമുക്കിതിലേക്ക് ചേർത്ത് 2-3 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. നമുക്ക് ഏത്തപ്പഴം കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുന്നതായിരിക്കും നല്ലത്. ഇനി പഴം ചെറുതായിട്ടൊന്ന് സോഫ്റ്റായിട്ട് വരണം. ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വരുന്നവരേക്കും ഒന്ന് വഴറ്റിയെടുക്കാം. ഇപ്പം നമ്മുടെ പഴമൊക്കെ ചെറുതായിട്ടൊന്ന് ഉടഞ്ഞ് അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വരുന്നവരെയൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇതിനെ നമുക്ക് ഈ പാനിൽ നിന്ന് എടുത്ത് മാറ്റാം. ഇനി നമുക്ക് ഇതേ പാനിലേക്ക് തന്നെ 1/2 കപ്പ് അളവിൽ പൊടിച്ച ശർക്കര കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. നമ്മുടെ കയ്യിൽ വലിയ ശർക്കരയാണ് ഉള്ളതെങ്കിൽ നമ്മളത് 1/2 കപ്പ് അളവിലൊന്ന് ചെത്തിയെടുത്തതിന് ശേഷം ഇതിലേക്ക് 1 കപ്പ് അളവിൽ വെള്ളം കൂടി ഒന്ന് ചേർത്ത് ഒന്ന് ഉരുക്കിയെടുത്തിട്ട് വീണ്ടും നമ്മൾ അരിച്ച് ഈ പാനിലേക്ക് ഒഴിച്ചിട്ട് വേണം ഇതിൻ്റെ ബാക്കി കാര്യങ്ങളൊന്ന് ചെയ്ത് കൊടുക്കാനായിട്ട്. ഇപ്പം ഞാൻ പൊടിച്ച ശർക്കര ആയതുകൊണ്ടാണ് ഡയറക്റ്റായിട്ട് തന്നെ ഉപയോഗിക്കാനായിട്ട് എടുക്കുന്നത്. ഇനി നമ്മൾ വെള്ളം ചേർത്ത് ഒന്ന് നന്നായിട്ടൊന്ന് തിളപ്പിച്ച് ശർക്കര നല്ലതുപോലെ ഒന്ന് ഉരുക്കിയെടുത്തതിന് ശേഷം ഇതിലേക്ക് അരിപ്പൊടി ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ 1/2 കപ്പ് അളവിൽ അരിപ്പൊടി എടുത്തിട്ടുണ്ട്. അത് നമുക്ക് കുറേശ്ശെയായിട്ട് ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. നമ്മൾ അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്ന സമയത്ത് ഫ്ലെയിം ഒന്ന് ലോയിലോട്ട് ആക്കിയിട്ട് വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. അതിനുശേഷം നമുക്ക് കൈയെടുക്കാതെ തന്നെ ഈ അരിപ്പൊടി ഈ ഒരു ശർക്കരയുമായിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുമ്പോഴത്തേക്കും നമുക്ക് ഈ ഒരു പരുവത്തിലൊന്ന് കിട്ടും. ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നമ്മൾ വഴറ്റി മാറ്റി വെച്ചിട്ടുള്ള തേങ്ങയും പഴവുമാണ്. അത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം. പഴവും തേങ്ങയും ഈ ഒരു മാവുമായിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുത്തതിന് ശേഷം പിന്നെ നമുക്കിതിലേക്ക് ഒരു 2 ഏലക്ക ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. അതും കൂടെ ഒന്ന് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം. അതിനുശേഷം നമുക്ക് സ്റ്റൗ ഒന്ന് ഓഫ് ചെയ്യാവുന്നതാണ്. സ്റ്റൗ ഒന്ന് ഓഫ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതൊരല്പം തണുക്കാനായിട്ടൊന്ന് വെയിറ്റ് ചെയ്യാം. നമുക്ക് കയ്യിലൊന്ന് തൊടാൻ പാകത്തിനുള്ള ചൂടാകുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അതിനുശേഷം നമുക്ക് ഇത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ അതിന് മുമ്പായിട്ട് നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ എള്ള് കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. നമ്മുടെ കയ്യിൽ ഏത് എള്ളാണോ ഉള്ളത് അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ വെള്ള എള്ളാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതിനുശേഷം നമുക്ക് കൈ വെച്ചിട്ട് തന്നെ ഇത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു മാവായിട്ടൊന്ന് കുഴച്ചെടുക്കാം. അതിനുശേഷം നമുക്ക് കയ്യിൽ ഒരല്പം എണ്ണയോ നെയ്യോ പുരട്ടിയതിന് ശേഷം നമ്മൾ കുഴച്ച് വെച്ചിട്ടുള്ള ഈ മാവ് കുറേശ്ശെയായിട്ടൊന്ന് എടുത്ത് ഒന്ന് ഉരുളയാക്കി എടുത്തതിന് ശേഷം ഉള്ളം കയ്യിൽ വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്ത് നമ്മൾ പരിപ്പ് വടയൊക്കെ ഒന്ന് ഷേപ്പാക്കി എടുക്കുന്ന പോലെ ഒന്ന് ഷേപ്പാക്കി എടുക്കാം. നമുക്ക് ഏത് ഷേപ്പിലാണോ വേണ്ടത് ആ ഒരു ഷേപ്പിലാക്കി എടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇതുപോലൊരു സർക്കിൾ ഷേപ്പിലൊന്നും ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വേവിക്കാനായിട്ട് വെക്കണം. അതിനായിട്ടൊരു സ്റ്റീമറിൽ വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. വെള്ളം തിളക്കാറാവുമ്പോഴത്തേക്ക് നമുക്കിതിലേക്ക് നമ്മൾ ഷേപ്പാക്കി വെച്ചിട്ടുള്ള ഈ മാവ് നമുക്ക് ഈ സ്റ്റീമറിലേക്ക് ഒന്ന് വെച്ചിട്ട് അടച്ച് വെച്ചിട്ട് ഒരു 15 മിനിറ്റ് നമുക്ക് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്ത് എടുക്കാം. ഇപ്പം നമ്മുടെ പലഹാരമൊക്കെ നല്ലതുപോലെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് തണുത്തതിന് ശേഷം പ്ലേറ്റിലോട്ട് മാറ്റാവുന്നതാണ്. അപ്പോൾ എന്തായാലും ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അതുപോലെ തന്നെ നിങ്ങൾ തയ്യാറാക്കി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കല്ലേ. അപ്പോൾ പുതിയൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാതെ വരെ താങ്ക് യു, ബൈ.